വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ യോഗം അനുഗ്രഹീതമായ രീതിയിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഷായിച്ചാന്, പ്രിയ സണ്ണിച്ചാന്, കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലെ ദൈവം കേൾക്കുന്നതിനായി കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. തന്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവനാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. ആണ്ടുകൾ കഴിയും മുമ്പ് ദൈവം തന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. സ്തോത്രം. മനുഷ്യൻ അസാധ്യമായതിനെ സാധിപ്പിക്കുന്നവനാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. സ്തോത്രം. ശത്രു അടച്ച വഴികളെ, ശത്രു അടച്ച വാതിലുകളെ വീണ്ടും റീഓപ്പൺ ചെയ്യുന്നവനാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മളെ തന്നെ ശക്തിപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മെ തന്നെ ദൈവത്തിന്റെ വചനമാകുന്ന കണ്ണാടിയിലൂടെ ഒന്ന് പരിശോധിക്കുവാൻ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന രാജ്യത്ത്, നിങ്ങൾ കടന്നു പോകുന്ന ആ സിറ്റുവേഷനിലൂടെ ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനത്തിലൂടെ സംസാരിക്കും. എൻ്റെ ഹൃദയത്തിൽ ബോധ്യം തന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോടും സംസാരിക്കുമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു, കർത്താവിൽ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ആവർത്തിച്ച് കാണുന്ന ഒരു പദമാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കൃപയെ ദൈവത്തിന്റെ വചനത്തിനകത്ത് പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മളെ രക്ഷിച്ചത് ദൈവത്തിന്റെ കൃപയാണ്. അർഹതയില്ലാത്തവന് ദൈവം കൊടുക്കുന്ന ദാനം അത് ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപയുടെ ഒരു ഭാഗത്തെ കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നിങ്ങൾക്ക് ആർക്കും പരിചയമില്ലാത്തൊരു വേദഭാഗമല്ല ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാം പരിചയമുള്ള ഒരു വേദഭാഗം. ഈ വേദഭാഗം ഞാൻ ഇവിടെ വായിക്കുമ്പോൾ ഈ ദൈവവചന ഭാഗത്ത് നിന്ന് ഒരു ദൈവവചന സന്ദേശം നിങ്ങളുമായി കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ചില കാര്യങ്ങൾ പണ്ട് കേട്ടത് ഇന്ന് രാത്രി നമ്മെ ഉണർത്തുവാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് എടുക്കാം. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഞാൻ ഇവിടെ വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകും. അപ്പോസ്തലൻ പൗലോസിന്റെ ലേഖനങ്ങൾ നാം പഠിക്കുമ്പോൾ, നാം വായിക്കുമ്പോൾ ആവർത്തിച്ച് പൗലോസ് പറയുന്ന ഒരു വാക്കാണ് ദൈവത്തിന്റെ കൃപ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനം അനേകം ദൈവജന സന്ദേശങ്ങൾ നിരന്തരം കേൾക്കുകയും നിരന്തരം ദൈവത്തിന്റെ വചനം വായിക്കുകയും ആത്മീക ജീവിതത്തിന്റെ അച്ചടക്കത്തിൽ നടക്കുന്ന ദൈവമക്കൾക്ക് ദൈവകൃപ എന്നുള്ള ഒരു പദം അന്യം നിന്നു പോയൊരു പദമല്ല, ആദ്യമായി കേൾക്കുന്ന പദമല്ല. സ്തോത്രം. അല്പം മുമ്പേ പ്രാർത്ഥിച്ച പ്രിയ ബഹുമാന്യ ദൈവത്തിന്റെ ദാസി ആവർത്തിച്ച് പറഞ്ഞൊരു പദമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ കേൾക്കാം. കൃപയാൽ പൊതിയണമേ, കൃപയാൽ പൊതിയണമേ. എല്ലാ പ്രിയപ്പെട്ടവരും ആവർത്തിച്ച് പറയുന്നൊരു പദമാണ് ദൈവത്തിന്റെ കൃപ. പ്രിയപ്പെട്ടവരെ, ഇന്നുവരെ നാം നിന്നിട്ടുണ്ടെങ്കിൽ, ഈ ഒരു നിമിഷം വരെ 2025 മെയ് മാസം 11-ാം തീയതി വരെ നമ്മൾ ഈ ഭൂമിയുടെ പരപ്പിൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നിന്നതല്ല, ഒറ്റ സ്റ്റേറ്റ്മെന്റ് പറയാം, അത് ദൈവത്തിന്റെ കൃപയാണ്. എത്രയോ ശക്തന്മാർ, എത്രയോ ഭക്തന്മാർ, എത്രയോ ശ്രേഷ്ഠന്മാർ, നമ്മളെക്കാളും വചനമറിയാവുന്നവർ, നമ്മളെക്കാളും വചനത്തിന്റെ ആഴങ്ങൾ അറിയാവുന്ന എത്രയോ പേർ തെറ്റിപ്പോയി. പക്ഷേ നമ്മൾ ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ചിന്ത നമ്മെ ഭരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും ദൈവത്തിന് വേണ്ടിയുള്ള, ദൈവവചനത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം നമ്മുടെ പിന്നിൽ ചലിക്കുന്നുണ്ടെങ്കിൽ, ഒറ്റ കാര്യം ഓർത്തോണം, ഇപ്പോഴും കൃപ നമ്മളെ പൊതിഞ്ഞിട്ടുണ്ട്.
കൃപയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ കഴിവിലല്ല, നമ്മുടെ പ്രാപ്തിയിലല്ല, ദൈവത്തിന്റെ കൃപയിലാണ്. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ ലേഖനം 15:10 പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. പൗലോസേ, താങ്കളുടെ സാക്ഷ്യം ഇതുവരെ വന്ന വഴി ഒരൊറ്റ വാക്യത്തിൽ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ തന്റെ സാക്ഷ്യം പൗലോസ് പറയുന്നത് ഇങ്ങനെ: എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്ര. എത്ര ദൈവമക്കൾക്ക് ഇന്ന് ഈ രാത്രികാലം പറയാൻ പറ്റും, ഞാൻ ആകുന്നത് എൻ്റെ ശക്തിയാലല്ല, ദൈവത്തിന്റെ കൃപയാലാ. പ്രിയപ്പെട്ടവരെ, ആത്മീക ജീവിതത്തിന് നേരെ എത്ര പ്രതിസന്ധികൾ ശത്രുവായ പിശാച് അഴിച്ചുവിട്ടതാ. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആത്മീക ജീവിതത്തെ പാറ്റിക്കളയാൻ, കുടുംബ ജീവിതത്തെ പാറ്റിക്കളയാൻ, ശുശ്രൂഷ ജീവിതത്തെ പാറ്റിക്കളയുവാൻ, വിശ്വാസ ജീവിതത്തെ പാറ്റിക്കളയുവാൻ ദുഷ്ടനായ പിശാച് പല തന്ത്രങ്ങൾ, ചില ആത്മീക യുദ്ധങ്ങൾ നമുക്കെതിരെ അഴിച്ചുവിട്ടപ്പോഴും തകർന്നു പോകാതിരുന്നത് ഒറ്റ കാരണം കൊണ്ട്, ദൈവത്തിന്റെ കൃപ കൊണ്ട്. ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മൾ ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു പദമാണ്, ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, കൃപ എന്റെ മേൽ അധികമായി പകരണം. എത്ര പേർ പ്രാർത്ഥിക്കാം? കൃപ എനിക്ക് അധികമായി പകരണം. 2025 നമ്മളെ കാത്തിരിക്കുന്ന പ്രതിസന്ധി, കുടുംബത്തെ കാത്തിരിക്കുന്ന പ്രതിസന്ധി, ജോലി മേഖലയിൽ കാത്തിരിക്കുന്ന പ്രതിസന്ധി, ആത്മീക ജീവിതത്തിൽ കാത്തിരിക്കുന്ന പ്രതിസന്ധി എന്താണെന്ന് നമുക്കറിയത്തില്ല. അതെന്തുമായിക്കൊള്ളട്ടെ, വലുതാകട്ടെ ചെറുതാകട്ടെ, അതല്ല നമുക്ക് വിഷയം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാകും? കർത്താവേ, ആ വെല്ലുവിളികളെ അതിജീവിപ്പാനുള്ളൊരു ദൈവത്തിന്റെ കൃപ എന്റെ മേൽ ഇന്ന് രാത്രി ഒന്ന് പകരണം. എന്റെ കുഞ്ഞ് ഏത് രാജ്യത്തായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നില്ല. എന്റെ ഭാര്യ, എന്റെ ഭർത്താവ് ഏത് രാജ്യത്തായിരിക്കുന്നു എന്ന് അറിയുന്നില്ല. പക്ഷേ എന്നെ കാത്തിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് വേണ്ടതൊന്നുണ്ട്, ദൈവത്തിന്റെ കൃപ. ഇന്നലെ ഞാൻ അനുഭവിച്ചതിനേക്കാളും അത്യന്തമായി കൃപ എന്റെ മേൽ വർദ്ധിക്കണം. എന്റെ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ കൃപയൊന്ന് വർദ്ധിക്കണം. ദൈവത്തിന്റെ കൃപ വർദ്ധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ അതരത്തിൽ നിന്ന് ശാപത്തിന്റെ വാക്കല്ല വരുന്നത്, നമ്മുടെ അതരത്തിൽ നിന്ന് സ്തോത്രമായിരിക്കും വരുന്നത്. കൃപ കുടുംബ ജീവിതത്തിൽ വർദ്ധിച്ചാൽ, കുടുംബ ജീവിതത്തിനകത്ത് കലഹമല്ല ഉണ്ടാകുന്നത്, കുടുംബ ജീവിതത്തിനകത്ത് സമാധാനമാണ് ഉണ്ടാകുന്നത്. കൃപ വ്യക്തിപരമായ ജീവിതത്തിൽ വർദ്ധിച്ചാൽ, നമ്മെ പിശാചല്ല ജയമെടുക്കുന്നത്, അവിടെ പരിശുദ്ധാത്മാവാണ് ജയമെടുക്കുന്നത്. ഇന്ന് രാത്രി ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ഇടപെടുകയാണ്. നീ പ്രാർത്ഥിക്കേണ്ട ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്, കൃപയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. നിന്നെ കാത്തിരിക്കുന്ന പ്രതിസന്ധിയുടെ ആഴത്തെ കുറിച്ച് ഇന്ന് രാത്രി നീ ചിന്തിക്കണ്ട. നിന്നെ കാത്തിരിക്കുന്ന ശോധന വലുതാണെന്ന് നീ പറയുന്നില്ലേ? ഞാൻ ഇതെങ്ങനെ ഓവർകം ചെയ്യുമെന്ന് നീ പറയുന്നില്ലേ? സഹോദര, സഹോദരി, ഭയപ്പെടണ്ട. ഒറ്റ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ അത്യന്ത ശക്തി നിന്റെ മേൽ പകർന്നാൽ, നിന്നെ പറയുന്നത് പരാതി പറഞ്ഞുകൊണ്ടല്ല ഇരിക്കുന്നത്, കൃപയുടെ വലിപ്പത്തെ കുറിച്ച്, ക്രിസ്തുവിന്റെ ശക്തിയുടെ മഹത്വത്തെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ഈ ചരിത്രം നമുക്കെല്ലാം പരിചയമുള്ളതാ. പറഞ്ഞു തുടങ്ങുന്നത് എന്തിലാ? 7-ാം വാക്യത്തിൽ പറഞ്ഞു തുടങ്ങുന്നത് ജഡത്തിന്റെ ഒരു പ്രവൃത്തിയെ കുറിച്ച് പറഞ്ഞ പൗലോസ് ആരംഭിക്കുന്നത്. ഇങ്ങനെ ആരംഭം, ഇങ്ങനെ 7-ാം വാക്യത്തിലാണ് അത് ആരംഭിക്കുന്നത്. ഇങ്ങനെ പറയുന്നത്: വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി കളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. തന്നതാര? സ്വർഗത്തിലെ ദൈവമാ. സ്തോത്രം. തന്നതാര? സ്വർഗത്തിലെ ദൈവമാ. എന്തിനാ തന്നേ? നിഗളിച്ചു പോകാതിരിപ്പാൻ. എന്തു പറ്റും നിഗളിച്ചാൽ? ഏത് വലിയ ഭക്തനാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ ലേഖനങ്ങൾ എഴുതിയ ആളാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ പാട്ടുകൾ എഴുതിയ ആളാണെന്ന് പറഞ്ഞാലും, എന്തൊക്കെ ദൈവത്തിനു വേണ്ടി ചെയ്ത ആളാണെന്ന് പറഞ്ഞാലും, നിഗളം ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് കടന്നുകൂടിയാൽ ആ വ്യക്തിയുടെ പരാജയം അവിടെ ആരംഭിക്കുകയാണ്. സ്തോത്രം. ലൂസിഫറിന്റെ പരാജയം, പതനം വിശുദ്ധ തിരുവചനത്തിൽ നമുക്ക് കാണാം. അത്യുന്നതന്റെ സിംഹാസനത്തിന് മീതെ എന്റെ സിംഹാസനം വെക്കുമെന്ന് പറഞ്ഞ ആ
തിരുവ് ആമേ. എന്നാൽ അങ്ങനെ ഹൃദയത്തിൽ ചിന്തിച്ച ആ നിഗളത്തിന്റെ ചിന്തയെ സ്വർഗത്തിലെ ദൈവം ദൂരത്തിൽ നിന്ന് കണ്ട് അവനെ വെട്ടി ഭൂമിയിലേക്ക് ഇട്ടു. ആമേൻ. അങ്ങനാണെങ്കിൽ എത്ര വലിയ ദൂതനാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ കാര്യങ്ങൾ ദൈവത്തിനു വേണ്ടി ചെയ്ത വ്യക്തിയാണെന്ന് പറഞ്ഞാലും, നിഗളം ഒരു വ്യക്തിയുടെ അകത്ത് കടന്നാൽ ആ വ്യക്തിയുടെ പരാജയം അവിടെ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, നിഗളം വരാതിരിക്കാൻ ഒരു പ്രതിസന്ധി പൗലോസിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർത്തോണം, എന്നേക്കുമായി ലഭിക്കേണ്ട ചില ആത്മീക നന്മകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ ചില നഷ്ടങ്ങൾ വരുന്നതെന്ന് നമ്മൾ മറന്നുപോകരുത്. ഭൗതികമായ നഷ്ടങ്ങൾ ദൈവം അറിയാതെയല്ല. ഭൗതികമായ നഷ്ടങ്ങളുടെ പിന്നിൽ ദൈവം മറച്ചു വെച്ചിരിക്കുന്ന ചില ആത്മീക നന്മകളുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ചിലത് നീങ്ങിപ്പോകുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ ചില കാര്യങ്ങൾ നടക്കുന്നില്ല. നമ്മൾ ആഗ്രഹിച്ചതുപോലെ, ഉപവസിച്ചതുപോലെ, എഴുതി വെച്ച് പ്രാർത്ഥിച്ചതുപോലെ പലതും നടന്നിട്ടില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് ഇടപെടുകയാണ്. നീ ആഗ്രഹിച്ചതുപോലെ, നീ പ്രാർത്ഥിച്ചതുപോലെ, നീ എഴുതി വെച്ചതുപോലെ, നീ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന് കരുതി ദൈവം നിന്നെ മറന്നു എന്ന് നീ ചിന്തിക്കരുത്. ദൈവം നിന്നെ ഉപേക്ഷിച്ചു എന്ന് നീ ചിന്തിക്കരുത്. നീ ദൈവം മറന്നു എന്ന് നീ പറയുമ്പോൾ ഓർത്തോണം, എന്നേക്കുമായി ലഭിക്കേണ്ട ചില ആത്മിക നന്മകൾ ആ ഭൗതിക തടസ്സത്തിന്റെ പിന്നിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ പൗലോസ് നിഗളിക്കാതിരിക്കാനാണ് ഒരു പ്രതിസന്ധി അവിടെ വന്നത്. എന്നാൽ ദൈവത്തോട് 3 വട്ടം അപേക്ഷിച്ച ചരിത്രം നമുക്കറിയാം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. 8-ാം വാക്യത്തിൽ വായിക്കുന്നു, അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം എന്ത് ചെയ്തു? ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്തിനാ പ്രാർത്ഥിച്ചത്? നീങ്ങിപ്പോകാനാ പ്രാർത്ഥിച്ചത്. സ്തോത്രം. പ്രതിസന്ധി നീങ്ങിപ്പോകാനാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ കർത്താവിന് പൗലോസിനോട് പറയാൻ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. പ്രതിസന്ധി നീങ്ങിപ്പോകും എന്നുള്ള ഉത്തരമല്ല പറയുന്നത്. പൗലോസിനോട് പറയാൻ ഒറ്റ ഉത്തരമുള്ളൂ, എന്റെ കൃപ, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. ഇന്ന് രാത്രി ദൈവമക്കളെ, നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഈ വചനം ഇന്ന് രാത്രി കേൾപ്പിച്ചത് യാദർച്ഛികമല്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സഹോദര, സഹോദരി, മകനെ, മകളെ, മാതാവേ, പിതാവേ, അഭിഷക്തേ, എന്റെ കൃപ നിനക്ക് മതി. പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ കൃപ കിട്ടിയെങ്കിൽ ഇന്ന് രാത്രിക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം, കർത്താവേ കൃപ എനിക്ക് നൽകണം. പ്രാർത്ഥിച്ചാൽ കൃപ ലഭിക്കുമോ? പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ മക്കളെ കൃപ ലഭിച്ചിരിക്കും. ചിലതിനെ തരണം ചെയ്യാൻ നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ കൃപയാണ്. ചില കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വിഷയത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളോട് ഞാൻ ആത്മാവിൽ പറയാം, ആ വ്യക്തികൾക്ക് വേണ്ടി, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ കുഞ്ഞിന് കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക, എന്റെ കുഞ്ഞിന് കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക. മാതാപിതാക്കൾ കരഞ്ഞ് കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളെ ഓവർകം ചെയ്യാൻ ആ കുഞ്ഞുങ്ങളുടെ മേൽ അസാധാരണമായ കൃപയെ എന്റെ ദൈവം പകരും. മാറ്റമില്ലാത്ത ഈ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ഞാൻ ആയിരിക്കുന്ന രാജ്യത്തിൽ നിന്ന് പറയുമ്പോൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളോട് ആത്മാവിൽ പ്രവചിച്ചൊരു ദൂത് പറയാം. അസാധാരണമായ ദൈവത്തിന്റെ കൃപ ചിലതിനെ തരണം ചെയ്യാൻ ചില കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് പകരുകയാണ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ ഒരു അനോയിന്റിങ്, അങ്ങനെ ഒരു അഭിഷേകം കുഞ്ഞുങ്ങളുടെ പകരട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുറ പുരാതന ശൂന്യതകളെ പണിയുമെന്ന് ദൈവത്തിന്റെ വചനമാണല്ലോ കർത്താവേ. ആ വചനത്തിന്റെ ശക്തി വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഇരുട്ടിന്റെ കറുത്ത കരങ്ങൾ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിശാച് തന്റെ ആയുധപുരയിൽ രാജിവെച്ചിരിക്കുന്ന ആയുധങ്ങൾ സഭയ്ക്ക് വിരോധമായി, വ്യക്തികൾക്ക് വിരോധമായി, കുടുംബങ്ങൾക്ക് വിരോധമായി, തലമുറകൾക്ക് വിരോധമായുള്ളത് ഇന്ന് രാത്രികാലം നിർവീര്യമായി പോകട്ടെ. യുദ്ധം യഹോവയ്ക്കുള്ളതാണെന്ന് വായിക്കുമ്പോൾ ഞങ്ങൾ ആത്മാവിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ
അറിയാതെ ദുഷ്ടനായ പിശാചൊരുക്കിയ ചില കെണികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. അങ്ങനെ സംഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? നീങ്ങിപ്പോകാനല്ല, കൃപ കിട്ടാൻ പ്രാർത്ഥിക്കുക. കൃപ കിട്ടാൻ പ്രാർത്ഥിക്കുക. ഈ പ്രതിസന്ധി തരണം ചെയ്യാനുള്ള കൃപ കിട്ടാൻ പ്രാർത്ഥിക്കുക. കൃപ കിട്ടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയാമോ? കൃപ കിട്ടിക്കഴിഞ്ഞാലുള്ള സാഹചര്യത്തിന് വലിയ വ്യത്യാസം എന്താണെന്നറിയാമോ? ആമേൻ. നിഗളിച്ചു പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ടല്ല ഇപ്പൊ ഇരിക്കുന്നത്. ഇപ്പൊ പറയുന്നത്, ഞാൻ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു. സ്തോത്ര. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്താഗതി മാറും. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാട് മാറും. പൗലോസ് ആദ്യം പറഞ്ഞു തുടങ്ങിയത് എങ്ങനെ? നിഗളിച്ചു പോകാതിരിപ്പാൻ പിശാചിന്റെ ദൂതനെ ഏൽപ്പിച്ചു. ഇപ്പോൾ നിഗളത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഇപ്പൊ പിശാചിന്റെ ദൂതൻ അവിടെ ശൂലവുമായി നിൽക്കുന്നതല്ല സംസാരിക്കുന്നത്. ഇപ്പോൾ താൻ എന്താ സംസാരിക്കുന്നത്? ആമേൻ. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കാൻ ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു. ഇപ്പൊ ക്രിസ്തുവിന്റെ ശക്തിയെ കുറിച്ചാണ് വാഗൊണ്ട് പറയുന്നത്. സ്തോത്ര. വാഗൊണ്ട് പറയുന്ന വാക്കുകൾ മാറി. എങ്ങനെ വാക്കുകൾ മാറിയത്? കൃപ പകരാൻ തുടങ്ങി, കൃപ വ്യാപരിക്കാൻ തുടങ്ങി. സ്തോത്ര. പ്രശ്നങ്ങളെ കുറിച്ചല്ല ഇപ്പൊ പറയുന്നത്, ദൈവശക്തിയെ കുറിച്ചാണ് ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങുന്നത്. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകർന്നു കഴിഞ്ഞാൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, നമ്മുടെ മേൽ വ്യാപരിച്ച ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചാണ് പറയുന്നത്. അതിനെന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ കൃപ പകരപ്പെടാൻ പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, പണം കൊടുത്താലും ലഭിക്കാത്ത ഒന്നാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. സ്തോത്ര. ലോകത്തിലെ എത്ര വലിയ ഡോളറുകൾ കൊടുത്താലും മൂല്യം അതിനേക്കാളും വർദ്ധിക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കൃപ ലഭിക്കാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പൗലോസ് അപേക്ഷിച്ചപ്പോൾ എന്ത് കിട്ടി? ദൈവത്തിന്റെ കൃപ പകർന്നു. മറ്റൊരു സംഭവത്തിലേക്ക് പ്രാർത്ഥിച്ചാൽ കൃപ കിട്ടുമോ? പൗലോസിന്റെ ഈ ഒരു ജീവിത അനുഭവം തെളിവാണ് കൃപ കിട്ടുമെന്നുള്ളത്. മറ്റൊരു ഉദാഹരണത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിച്ചാൽ കൃപ കിട്ടുമോ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ജന്മനാ മുടന്തനായ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ ദൈവത്തിന്റെ ദാസന്മാരായ പത്രോസും യോഹന്നാനും കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. 40ഓളം വയസ്സ് പ്രായമുള്ള മനുഷ്യനെ അവര് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കിയ അനന്തരം ഒരുപാട് കോലാഹലങ്ങൾ സഭയ്ക്ക് നേരെ ഉണ്ടാകുകയാണ്. സന്നിത്രീ സംഘത്തിന്റെ നേതൃത്വത്തിൽ, ഗമാലിയേലിന്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ വിസ്താരമുണ്ടാകുകയാണ്. പത്രോസിനെയും യോഹന്നാനെയും പിടിച്ചുകൊണ്ട് തടവിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ അവരുടെ മേൽ വ്യാപരിച്ച ദൈവത്തിന്റെ ശക്തി ആ പ്രതിസന്ധികളിൽ നിന്നൊക്കെ പുറത്തു കൊണ്ടുവരുവാൻ അവരെ സഹായിച്ചു. എന്നിട്ട് 4-ാം അധ്യായത്തിന്റെ 17 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ ഇനി ഉപദേശിക്കരുത്, യേശുവിന്റെ നാമത്തിൽ ഇനി പ്രസംഗിക്കരുതെന്ന് താക്കീത് കൊടുക്കുകയാണ്. അവരെല്ലാവരും ഭയന്നുപോയി. ഈ ഒരു താക്കീതിനെ കുറിച്ച്, യേശുവിന്റെ നാമത്തിൽ ഇനി ഉച്ചരിക്കരുത്, യേശുവിന്റെ നാമത്തിൽ ഇനി ഒന്നും ചെയ്യരുതെന്നുള്ള ആ ഒരു താക്കീത് കേട്ട് ഇവര് ഓടി വന്നിട്ട് ഇവിടെ വന്നത് സഭയിലുള്ള വ്യക്തികളോട് ചെന്ന് അവരുടെ വിഷയം പറയുകയാണ്. 4-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന, വിട്ടയച്ച ശേഷം, അപ്പോസ്തല പ്രവൃത്തികൾ 4:23, വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരോടും തങ്ങളോട് പറഞ്ഞ എല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരു മനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ സഭയ്ക്ക് നേരെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുകയാണ്. വിശ്വാസത്തോടെ, അഭിഷേകത്തോടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന പത്രോസും യോഹന്നാനും തുടങ്ങിയ ദൈവത്തിന്റെ ദാസന്മാർ. എന്നാൽ അവരാ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്നും പറഞ്ഞ് വലിയ ഓർഡർ, വലിയ നിയമം അവിടെ ഉണ്ടാകുകയാണ്. അവരെ തടവിലാക്കി, അവരെ അടിച്ചു, ദണ്ഡിപ്പിച്ചു. എന്നാൽ തടവിൽ നിന്ന് റിലീസായതിനു ശേഷം സഭയിൽ വന്ന് ഈ കാര്യം പറഞ്ഞപ്പോൾ സഭയിലുള്ളവരെന്താ ചെയ്തത്? അവരൊരുമനപ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമക്കളെ, നമ്മുടെ വീട്ടിനകത്തൊരു വിഷയമുണ്ടായാൽ സഭയിൽ ആ വിഷയം കൊണ്ടുവരണം. സഭയിൽ ആ വിഷയം കൊണ്ടുവന്നാൽ സഭ ഒരുമനപ്പെട്ടു പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ ജനം എവിടെ ഒരുമനപ്പെട്ടിരുന്നു പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെ ഒക്കെ ദൈവം വിടുതൽ കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടും, അത് ശരിയാണ്. പക്ഷെ വിഷയം സഭയ്ക്കകത്ത് കൊണ്ടുപോവാ.
സഭയ്ക്കകത്ത് കൊണ്ടുവന്നാൽ ഞാൻ പറയാം 100% അതിനകത്ത് റിസൾട്ട് ഉണ്ടാകും. ഞാൻ കണ്ടിട്ടുണ്ട്. ആമേൻ. മരണാസന്നമായ വിഷയങ്ങളെ ആമേൻ സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് ദൈവദാസൻ സഭയുള്ള ദൈവമക്കളോട് വിഷയം അവതരിപ്പിച്ച് കരം കോർത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കണ്ണാൽ കണ്ട എത്ര വിടുതലുകളാ സഭയിലെ ദൈവമക്കളായ എന്നെയും നിങ്ങൾക്കും സാക്ഷ്യമായി നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവജനം ഒരുമനപ്പെട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവജനത്തിന്റെ ഐക്യത എവിടെ വെളിപ്പെടുന്നുണ്ടോ അവിടെ വിടുതൽ ഉറപ്പാണ്. ഇവിടെ ഒരുമനപ്പെട്ടിരുന്ന് അവര് പ്രാർത്ഥിക്കുകയാണ്. അവര് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വാചകമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. സ്തോത്രം. എന്നെ വളരെയധികം ആകർഷിച്ച് എന്നെ വളരെയധികം എൻ്റെ ശ്രദ്ധയെ പിടിച്ചു കുലുക്കിയ ഒരു പ്രാർത്ഥനയാണ് സഭ അന്ന് ആദ്യ നൂറ്റാണ്ടിൽ പ്രാർത്ഥിച്ചത്. അവര് നിയമം മാറാനൊന്നും പ്രാർത്ഥിച്ചില്ല. യേശുവിന്റെ നാമത്തിൽ ഇനി മിണ്ടിപ്പോകരുന്ന ഒരു നിയമം വന്നിരിക്കുക. ആ നിയമം മാറാനൊന്നും അവര് പ്രാർത്ഥിച്ചില്ല. അവര് പ്രാർത്ഥിച്ചത് എന്താണെന്നറിയാമോ? അവര് ഒരു അഡ്വക്കേറ്റിനെ കണ്ട് ഇതിനെതിരെ ഒന്ന് വാദിക്കാമെന്നും പറഞ്ഞൊന്നും പോയില്ല. അവര് പ്രാർത്ഥിച്ച ഒരു സിമ്പിൾ പ്രാർത്ഥന എന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? 4-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം തൊട്ട് ഞാൻ വായിക്കാം. നീണ്ട ഒരു പ്രാർത്ഥനയാണ്. 29 ഇങ്ങനെ പറയുന്നത്: ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടിയതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും. അടുത്ത പദം ഇങ്ങനെ: നിന്റെ വചനം ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. വലിയൊരു പ്രതിസന്ധി സഭയ്ക്ക് നേരെ വന്നപ്പോൾ അവര് പ്രാർത്ഥിച്ചത് ഇത്രയേ ഉള്ളൂ: ധൈര്യത്തോടെ വചനം പറയാൻ കൃപ നൽകണമേ. വടക്കേ ഇന്ത്യയിലൊക്കെ നടക്കുന്ന പീഡനങ്ങളെ കുറിച്ചൊക്കെ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇത്രയും പീഡനങ്ങൾ കണ്ടല്ലോ, പ്രാർത്ഥിച്ചിട്ടൊരു മാറ്റവും ഇല്ലല്ലോ. ദൈവമക്കൾ പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവിടെയുള്ള ഭക്തന്മാർക്ക് കൃപ നൽകാനാ. സ്തോത്രം. ആ പ്രതിസന്ധികളെ അതിജീവിക്കാൻ അവർക്ക് കൃപ കിട്ടണമെന്നാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, അവരെന്തോ ദൈവത്തോട് പ്രാർത്ഥിച്ച, കർത്താവേ നല്ലൊരു സർക്കാർ വരണേ, ഇപ്പോഴത്തെ സർക്കാർ മാറി വേറൊരു ഭരണകൂടം വരണമേ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സുവിശേഷത്തിന് അനുകൂലമായൊരു ഭരണം വരണേ. പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാ. പക്ഷെ ഇവരാരും അങ്ങനല്ല പ്രാർത്ഥിച്ചേ. ഇവര് പ്രാർത്ഥിച്ചത് ഇത്രയേ ഉള്ളൂ: കർത്താവേ, അങ്ങയുടെ ദാസന്മാർക്ക് വചനം ധൈര്യത്തോടെ പറയാൻ എന്തു കൊടുക്കണം? കൃപ കൊടുക്കണം, കൃപ കൊടുക്കണം, കൃപ കൊടുക്കണം. ഏറ്റവും ശക്തമേറിയ പ്രാർത്ഥന അതാ, കർത്താവെ കൃപ കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഭൗതികമായതൊന്നും ഇന്ന് രാത്രി പ്രാർത്ഥിച്ചില്ലേലും ഒരു പ്രാർത്ഥന, ഈ മെസ്സേജ് കഴിയുമ്പോൾ ഒരുപാട് വാചകങ്ങൾ ഞാൻ ഇവിടെ സ്പീഡിൽ പറഞ്ഞു, പക്ഷെ എല്ലാം നിങ്ങൾ മറന്നുപോയാലും ഒറ്റ കാര്യം മറക്കരുത്: കൃപ കിട്ടണം, കൃപ കിട്ടണം. ഈ ഒരു മാസം പ്രിയപ്പെട്ടവരെ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ സ്തോത്രം, ഒരു കാര്യം ഓർത്തോണം: കർത്താവെ, ഞാൻ ജോലി മേഖലയിലേക്ക് പോകുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ കർത്താവെ, ഇതിനെ അതിജീവിക്കാൻ ഒരു കൃപ എനിക്ക് കിട്ടണം. പ്രാർത്ഥിച്ചോണം. വീട്ടിനകത്തൊരു പ്രതിസന്ധി നിങ്ങൾ പ്രതീക്ഷിക്കാതെ കയറി വരുമ്പോൾ പ്രാർത്ഥിക്കണം: കർത്താവെ, കൃപ കിട്ടണം, കൃപ കിട്ടണം, ഇതിനെ അതിജീവിക്കാൻ കൃപ കിട്ടണം. ആ ഒരു പ്രതിസന്ധിയെ ഫേസ് ചെയ്യാൻ എനിക്ക് കൃപ വേണം. ഹല്ലേലൂയ. പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് കിട്ടി? കൃപ കിട്ടി. ഇപ്പൊ പറയുന്നത് നിഗളിച്ചു പോയ കാര്യത്തെ കുറിച്ചല്ല, പിശാചിനെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പൊ പറയുന്നത് ക്രിസ്തുവിന്റെ ശക്തിയെ കുറിച്ചാ. ഇപ്പൊ പറയുന്നത് ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കുന്നു എന്ന. അപ്പോസ്തല പ്രവൃത്തിയിൽ ഈ ഒരു സംഭവത്തിൽ അവര് പ്രാർത്ഥിച്ചു: അങ്ങയുടെ ദാസന്മാർക്ക് കൃപ കൊടുക്കണമേ. എന്നിട്ട് കൃപ കിട്ടിയോ? താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 29-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. വായിച്ചു താഴോട്ട് വരുമ്പോൾ 23-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ: എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. അങ്ങയുടെ ദാസന്മാർക്ക് കൃപ ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ച സഭയിലെ ഇപ്പൊ ദാസന്മാർക്ക് മാത്രമല്ല, സകല വിശ്വാസികൾക്കും കൃപ ലഭിച്ചു. സകലതും ചപ്പെന്നും ചവറെന്നും എണ്ണാൻ തോന്നിയത് എങ്ങനാന്നറിയാമോ? ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചതാ. ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ എന്തു വേണം? ദൈവത്തിന്റെ കൃപ വരണം.
സ്പിരിച്വൽ ഡിസിപ്ലിനോടെ ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് വേണ്ട ഒന്നാണ് ദൈവത്തിന്റെ കൃപയെന്ന് പറയുന്നത്. അതിനെന്ത് ചെയ്യണം? ഒറ്റ കാര്യം ചെയ്താൽ മതി, പ്രാർത്ഥിച്ചാൽ മതി. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി തീരുമാനമെടുക്കും, കർത്താവേ ദൈവത്തിന്റെ കൃപ എനിക്കൊന്ന് പകരപ്പെടണം. പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിന്റെ കൃപ എനിക്കൊന്ന് പകരപ്പെടണം. സ്തോത്രം. പൗലോസിന്റെ ഏത് ലേഖനങ്ങൾ നമ്മൾ എടുത്താലും ഏറ്റവും അവസാനം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ: കർത്താവിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. തന്റെ വിശ്വാസത്തിൽ നിജപുത്രനായ തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ ഒരു ചെറുപ്പക്കാരനാണ്. തീമോഥെയോസിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അല്പമൊക്കെ ഭയമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. മോശയ്ക്ക് ശേഷം യോശുവയെ പോലെ, യോശുവ ഇതുപോലാണ്, ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് അല്പം ഭയമൊക്കെ ഉണ്ട്, ആശങ്കയൊക്കെ ഉണ്ട്. അതാണ് പറഞ്ഞത്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് പോലെ തീമോഥെയോസിനും അല്പം ഭയമൊക്കെ ഉണ്ട്. അപ്പൊ തീമോഥെയോസിനോട് അതാണ് പറഞ്ഞത്, വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മാവിനെ തന്നെ. ഇതേ തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ തീമോഥെയോസിനോട് പറയുകയാണ്, 2 തീമോഥെയോസ് 2:1, എന്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെട്ടോണം. സ്തോത്രം. ഞാന് നിന്നെ വിശ്വാസത്തിലേക്കൊക്കെ കൊണ്ടുവന്നു. നിന്റെ വല്യമ്മയ്ക്കും നിന്റെ അമ്മയ്ക്കും ഒക്കെ നല്ല വിശ്വാസമുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, ക്രിസ്തുവേശുവിന്റെ കൃപയാൽ നീ ശക്തിപ്പെട്ടോണം. നീ ക്രിസ്തുവേശുവിന്റെ കൃപയാൽ ശക്തിപ്പെട്ടാൽ നീ പ്രസംഗിക്കുന്ന വചനം കേൾക്കുന്നവരെ നീ രക്ഷിക്കും. നീ ക്രിസ്തുവേശുവിന്റെ കൃപയാൽ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ നിന്നെ പുറകോട്ട് വലിക്കുവാൻ ഈ ലോകത്തിലെ ഒരു സ്വാധീനത്തിന് കഴിയത്തില്ല. മാനസികമായി ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിക്കും കഴിയത്തില്ല. ഒറ്റ കാര്യം ചെയ്താൽ മതി, ക്രിസ്തുവേശുവിന്റെ കൃപയാൽ എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. 2 കൊരിന്ത്യ ലേഖനം 9:8 2 കൊരിന്ത്യർ 9:8 ഇങ്ങനെ പറയുന്നു: നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാർ. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇങ്ങനാണ്: നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാ. കരമുയർത്തി എന്ന് പറയാമോ? എന്നിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാണ്. എന്നിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാണ്. പൗലോസ് പറയുകയാണ്, സകല കൃപയും നിങ്ങളിൽ വർദ്ധിച്ചു വരുവാൻ, നിങ്ങളിൽ കൃപ വർദ്ധിപ്പിക്കാൻ എന്റെ ദൈവം ശക്തനാണ്. ദൈവമക്കളെ, ഒരു കാര്യം പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. യിരെമ്യാവ് കണ്ണീരിന്റെ കരുത്തനായ പ്രവാചകനാണ്. നമുക്കറിയാവുന്ന ഒരു വാക്യം 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലുണ്ട്: കാലാളുകളോടുകൂടി ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് നീ എങ്ങനെ മത്സരിച്ചോടും? സമാധാന ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും? കാലാളോടിന്റെ കൂടെ ഓടാൻ, മനുഷ്യപ്പടയോടുകൂടെ ഓടാൻ എളുപ്പമാ. എന്നാൽ മനുഷ്യപ്പടയോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോകും. എന്നാൽ നിന്നെ കാത്തിരിക്കുന്നത് മനുഷ്യപ്പടയോടുകൂടെ ഓടാനല്ല. നിന്നെ വിളിച്ചത് മനുഷ്യപ്പടയോടുകൂടി ഓടി തോക്കാനല്ല. നിന്നെ വിളിച്ചത് കുതിരകളോട് മത്സരിച്ചോടാനാ. എന്നാൽ കാലാളിനോടുകൂടി ഓടിയിട്ട് നീ തോറ്റു വ്യക്തിയാണെങ്കിൽ നീ എങ്ങനെ കുതിരകളോട് മത്സരിച്ചോടുന്നത്? ആ കുതിരകളോട് മത്സരിച്ചോടണമെങ്കിൽ ദൈവത്തിന്റെ കൃപ നിനക്ക് വേണം. അവൻ യോർദാന്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യുമെന്ന് ചോദിച്ചാൽ, അവൻ സമാധാന ദേശത്ത് നീ സൗഖ്യമായിരിക്കുന്നു, നിർഭയനായിരിക്കുന്നു. പക്ഷേ യോർദാന്റെ വൻകാട്ടിൽ നീ ധൈര്യത്തോടിരിപ്പാൻ നിനക്ക് വേണ്ടത് ദൈവത്തിന്റെ കൃപയാ. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് മനസ്സിലാക്കുക, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ കൃപ തരുന്നൊരു ദൈവമുണ്ട്. പ്രതിസന്ധികളെ അതിജീവിപ്പാൻ കൃപ തരുന്നതോ ദൈവമുണ്ട്. രണ്ടാമത്തെ കാര്യത്തിലേക്ക് പ്രവേശിക്കുക. ദൈവമക്കളെ, പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കും. വരുവാനുള്ള പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഒരു ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ടത് കൃപ പെരുക്കുന്ന ദൈവത്തോടാണ്. സ്തോത്ര. അപ്പോൾ നമ്മൾ കൃപ വർദ്ധിച്ചു കഴിഞ്ഞാൽ പറയുന്നത് കൃപയുടെ സാക്ഷ്യത്തെ കുറിച്ചാണ്. സ്തോത്രം. രണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് നാം അറിയുന്നില്ല. അപ്പോസ്തലൻ പൗലോസ് എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ
എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ആത്മീക യുദ്ധത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. അവിടെ താൻ പല സർവായുധ വർഗങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതിന് തൊട്ടു മുമ്പ് ഒരു പദം അവിടെ പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്തു നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ദുർദിവസത്തിൽ എതിർത്തു നിൽക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ വിശ്വാസ ജീവിതത്തിന് എല്ലാ ദിവസവും നല്ല ദിവസമായിരിക്കത്തില്ല. നീ പ്രതീക്ഷിക്കാത്ത ചില ദുർദിവസങ്ങൾ, ദുർസമയങ്ങൾ നിന്നെയും നിന്റെ വിശ്വാസ ജീവിതത്തെയും കാത്തിരുന്നു കൊണ്ട് കടന്നു വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ദുർദിവസങ്ങൾ വരും പോകും. പക്ഷേ ഒരു ഭക്തന്റെ വിശ്വാസ ജീവിതത്തെയോ ഒരു ഭക്തന്റെ വിശുദ്ധിയോ തൊടാൻ ഒരു ദുർദിവസത്തിനും കഴിയത്തില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദുർദിവസങ്ങൾ കഴിയും, പക്ഷേ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഒരു കോട്ടവും സംഭവിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇങ്ങനെ പറയും, ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടത് എന്ന് പറഞ്ഞാൽ സകലവും കഴിയും. സകല പ്രതിസന്ധികളും കഴിയുന്ന ഒരു നിമിഷമുണ്ട്. ഈ പ്രതിസന്ധികൾക്കപ്പുറത്ത് നീ ഉറച്ചു നിൽക്കുന്ന ഒരു സമയമുണ്ടെന്ന് തിരിച്ചറിയണം. ദുർദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഉറച്ചു നിൽക്കുന്ന ഒരു സമയമുണ്ട്. എന്നാൽ ഉറച്ചു നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സർവായുധ വർഗം ധരിക്കണം. പിശാച് ശൂലവുമായിട്ട് വരുമ്പോൾ നീ എന്ത് ചെയ്യണം? കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്ന് പറയുന്നത് പോലെ ദുർദിവസങ്ങൾ ജീവിതത്തിന് നേരെ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ പൈതൽ സർവായുധ വർഗത്തെ ധരിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ വിളിച്ചിറക്കിയിരിക്കുന്നത് തകർന്നു പോകാനോ നശിച്ചു പോകാനോ പട്ടുപോയവരുടെ പട്ടികയിൽ പേര് കയറ്റാനോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലോ ആകാനല്ല. അല്പം മുമ്പേ ഷായിച്ചാൻ പാട്ടിലൂടെ പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ എടുക്കപ്പെടുന്നവരുടെ പട്ടികയ്ക്കകത്ത് പേര് ചേർക്കപ്പെടാനാണ് നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. പലരും വിശ്വാസ ജീവിതത്തിൽ ക്ഷീണിച്ചു പോകാനുള്ള കാര്യം, ഒന്ന്, പ്രാർത്ഥനയില്ല. രണ്ട്, ദൈവത്തിന്റെ വചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ ദുർദിവസം എന്ന് പറയുമ്പോൾ യേശു കർത്താവ് വിത്ത് വിതയ്ക്കാൻ പോയ വ്യക്തിയുടെ ഉപമ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്തോത്ര. വഴിയരികിൽ ചിലത് വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളിന്റെ ഇടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. എന്ത് പറ്റി? മുള്ളിന്റെ ഇടയിലും പാറസ്ഥലത്തും വഴിയരികിലും വീണ വിത്തിന് എന്തു പറ്റി? ആമേൻ. മുള്ളിനിടയിൽ വീണ വിത്തിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ, ആമേൻ, വചനം കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷേ മുള്ള് ആ വചനത്തെ ഞെരുക്കി. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ വചനത്തിന് പ്രാധാന്യതയില്ലാതായി തീർന്നു. ജീവിതത്തിനകത്തൊരു ശോധന വന്നപ്പോൾ ആ ശോധനയുടെ കാലഘട്ടത്തിൽ വചനത്തിൽ ആശ്രയിക്കുന്നതിന് പകരം ആമേൻ ക്ഷീണിച്ചുപോയി. എന്നാൽ ഒരു കൂട്ടരുണ്ട്, മുള്ളിനിടയിലല്ല അവരുടെ വിത്ത് വീണത്, പാറസ്ഥലത്തല്ല അവരുടെ വിത്ത് വീണത്, വഴിയരികിലല്ല അവരുടെ വിത്ത് വീണത്, അവരുടെ വിത്ത് വീണത് നല്ല നിലത്താ വീണത്. നല്ല നിലത്ത് വീണ വിത്തിന്റെ പ്രത്യേകത എന്താ? യേശു ആ ഉപമ റിവീൽ ചെയ്യുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നല്ല നിലത്ത് വീണതോ ക്ഷമയോടെ ഫലം കായ്ക്കുന്ന 30, 60, 100 ഫലം കായ്ക്കുന്നവരുടെ അനുഭവമാണ് നല്ല നിലത്ത് വീണതിന്റെ ഫലം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ദൈവമക്കളെ, വചനത്തിന് മേൽ ചിലത് ചെയ്യാൻ കഴിയും കേട്ടോ. യേശു കർത്താവ് പറഞ്ഞ മറ്റൊരു ഉപമയുണ്ട്. മണലിന്മേൽ വീട് പടന്ന മനുഷ്യന്റെയും പാറയിൽ വീട് പടന്ന മനുഷ്യന്റെയും അവസ്ഥ. അവിടെ എങ്ങനെയാ വായിക്കുന്നത്? 2 വീടിന്റെ നേരെയും അടിച്ച പ്രതിസന്ധി ഒരു പ്രതിസന്ധിയാ. 2 വീടിന്റെ നേരെ അടിച്ച കാറ്റ് ഒന്ന്, 2 വീടിന്റെ നേരെ അടിച്ച തിരമാല ഒന്ന്. പക്ഷെ എന്റെ റിസൾട്ട് എന്ന് പറയുന്നത് രണ്ടും രണ്ടായിരുന്നു. വചനത്തിന്റെ മേൽ അടിസ്ഥാനമിട്ട് ഒരു ഭക്തന്റെ ജീവിതത്തിന് നേരെ കാറ്റുകൾ വരുമ്പോൾ ആ കാറ്റ് വന്ന വഴി പോകും, ഭക്തൻ അവിടെ ഉറച്ചു നിൽക്കും. വചനത്തിന്റെ മേൽ അടിസ്ഥാനമിട്ട് ഒരു ദൈവ പൈതലിന്റെ നേരെ തിരമാലകൾ വരുമ്പോൾ
ഭക്തൻ അവിടെ കാണും, തിരമാല കടന്നുപോകും. എന്നാൽ എന്തു പറ്റി? ദൈവത്തിന്റെ വചനത്തിനകത്ത് അടിസ്ഥാനമില്ലാത്ത വ്യക്തികളുടെ ജീവിതത്തിൽ തിരമാല വന്നപ്പോൾ തിരമാല ആ വ്യക്തിയെ നശിപ്പിച്ചു കളഞ്ഞു. ഈ അന്ത്യ കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാൻ ആത്മാവിൽ ഒരു ദൂതുണ്ട്. ദൈവമക്കളെ, ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, പ്രതിസന്ധികൾ നമ്മളെ മുക്കിക്കളയത്തില്ല, ശോധനകൾ നമ്മളെ മുക്കിക്കളയത്തില്ല. പ്രതിസന്ധികൾക്കപ്പുറത്ത് ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്ന ഒരു അനുഭവം റിജോയ്സ് മിനിസ്ട്രീസിലെ ദൈവമക്കൾക്കുണ്ട്. കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ച ശോധനകൾ എണ്ണം പറഞ്ഞാൽ എത്ര എണ്ണിയാലും തീരത്തില്ല. പക്ഷെ ഇപ്പോഴും പിടിച്ചു നിന്നതിന്റെ കാരണം എന്താ? ദൈവത്തിന്റെ വചനത്തിനകത്ത് നമ്മൾ ഉറച്ചു നിന്നത് കൊണ്ട് ഇന്ന് നിൽക്കാൻ കഴിഞ്ഞത്. അങ്ങനാണെങ്കിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ദൈവത്തിന്റെ വചനത്തിനകത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു അനുഭവമുണ്ടോ? പ്രതിസന്ധികൾക്ക് നമ്മളെ നശിപ്പിക്കാൻ കഴിയത്തില്ല. ഒന്ന് പ്രാർത്ഥനയാണെങ്കിൽ, രണ്ട് ദൈവത്തിന്റെ വചനത്തിനകത്തുള്ള ഒരുറപ്പായിരിക്കണം. സ്തോത്രം. നമുക്ക് എല്ലാ ദൈവവചനങ്ങളും അറിയാം. പക്ഷേ ജീവിതത്തിന്റെ ഒരു സാഹചര്യം വരുമ്പോൾ, ഒരു ശോധനയുടെ കാലഘട്ടം വരുമ്പോൾ, അവിടെ കേൾക്കുന്ന ദൈവത്തിന്റെ വചനമുണ്ടല്ലോ, എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ മറക്കത്തില്ല. സ്തോത്രം. അപ്പോൾ നമ്മൾ പറയൂ, തേനിനേക്കാൾ, തേൻകട്ടയേക്കാൾ അങ്ങയുടെ വചനം മാധുര്യമുള്ളതാണ്. സ്തോത്രം. ഒന്ന്, കൃപ ചോദിക്കണം. രണ്ട്, ദൈവത്തിന്റെ വചനത്തിനകത്ത് ആശ്രയിക്കണം. മൂന്നാമത്തെ കാര്യം, പ്രതിസന്ധികൾ തകരാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ പൈതലെ മൂന്നാമത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? അത് വിശ്വാസമാണ്. സ്തോത്ര. ആമേൻ. എബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു വേദഭാഗമുണ്ട്. സ്തോത്ര. പ്രതിസന്ധികളെ നേരിട്ട ഭക്തന്മാരുടെ ഒരു നീണ്ട പട്ടിക എബ്രായ ലേഖനം 11-ാം അധ്യായത്തിനകത്ത് കാണാൻ കഴിയും. അവിടെ 11-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. അടുത്തത്, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ പിടിച്ചു. എങ്ങനാ ഇത് സാധിച്ചത്? വിശ്വാസത്താലാണ്. അങ്ങനാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് ജനിക്കുന്ന വിശ്വാസം ചില പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പര്യാപ്തമായതാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയുവാൻ കർത്താവിന്റെ പക്കൽ തന്ന ദൂതിതാണ്: പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? കൃപ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക കേട്ടോ. കർത്താവെ, അല്പം കൂടെ എനിക്ക് കൃപ വേണം. കൃപ പെരുക്കുവാൻ അങ്ങ് ശക്തനാണെന്ന് ദൈവത്തിന്റെ വചനത്തിനകത്തുനിന്ന് ഞാൻ കേട്ടു. പൗലോസ് ചിലത് നീങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ കർത്താവ് തന്നത് കൃപയാണ്. ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, അത് നീങ്ങിപ്പോകും, പക്ഷെ മറ്റൊന്ന് ജീവിതത്തിൽ കടന്നു പോകും. പക്ഷേ കൃപ നമ്മുടെ മേൽ ദൈവം പകർന്നാൽ എത്ര പ്രതിസന്ധികൾ മുൻപോട്ട് വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കുന്നത് ആ ദൈവത്തിന്റെ കൃപയാലാണ്. ഈ ലോകത്തിലെ ജനങ്ങൾ മുഴുവൻ നമ്മളോട് നെഗറ്റീവ് പറഞ്ഞാലും, കൂടെയുള്ള വ്യക്തികൾ മുഴുവൻ നമ്മളോട് നെഗറ്റീവ് പറഞ്ഞാലും, കൃപ പ്രാപിച്ച ദൈവമക്കൾ നെഗറ്റീവ് അല്ല പറയുന്നത്, അവർ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കിനകത്ത് കൃപ പകരുവാൻ എത്ര ദൈവമക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കൊലോസ്യ ലേഖനം 4:6 വായിക്കുന്നു: നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതായിരിക്കണം. കൃപയോടുകൂടി സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൃപയിൽ നമ്മൾ നിറയണം. എഫേസ്യ ലേഖനം 4:7 വായിക്കുന്നു: കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആത്മീക വർധനവിനായി നല്ല വാക്കല്ലാതെ ഒന്നും ഉണ്ടാകരുത്. അങ്ങനാണെങ്കിൽ നമ്മുടെ വാക്കിനകത്ത് കൃപ ചലിക്കണമെങ്കിൽ, നമ്മെ കേൾക്കുന്ന ഒരു വ്യക്തിക്ക് കൃപ ചലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ അകത്ത് ദൈവത്തിന്റെ കൃപ നിറയണം. ഇന്ന് രാത്രികാലം എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കും: കർത്താവെ, അങ്ങയുടെ കൃപയാൽ നിറയണമേ. കർത്താവെ, 2025 എനിക്ക് നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപയില്ലാതെ പറ്റത്തില്ല. എന്റെ കുടുംബത്തിൽ നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപയില്ലാതെ പറ്റത്തില്ല. ആമേൻ. തിരമാലകൾ എന്റെ ജീവിതത്തിന് നേരെ വരും, ശോധനകൾ എന്റെ ജീവിതത്തിന് നേരെ വരും. ഞാൻ പോലും അറിയാതെ
അറിയാതെ എന്നെ പാറ്റിക്കളയാൻ പിശാച് അനുവാദം ചോദിച്ചു വരൂ. പക്ഷെ അതിന്റെ നടുവിൽ പിടിച്ചു നിൽക്കുവാൻ ദൈവത്തിന്റെ കൃപ എനിക്ക് ആവശ്യമാണ്. ചിലതിനെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, എങ്ങനെ തരണം ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഇരിക്കുക. നീ നദിയിൽ കൂടെ കടക്കുമ്പോൾ അത് നിന്റെ കവിയുകയില്ല. തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജാല നിന്നെ ദഹിപ്പിക്കത്തില്ല. അവിടെയെല്ലാം നിന്റെ മേൽ പകരുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ കൃപ പകരപ്പെടാൻ പ്രാർത്ഥിക്കുക. കുടുംബത്തിനകത്ത്, സഭയ്ക്കകത്ത്, തലമുറയ്ക്കകത്ത്, വ്യക്തിപരമായ ജീവിതത്തിൽ കൃപ പകരപ്പെടാൻ പ്രാർത്ഥിക്കുക. രണ്ട്, പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങയുടെ വചനത്തിനകത്ത് നിലനിൽക്കുന്ന ഒരു അനുഭവം എനിക്ക് തരണം. മുള്ളിന് അനുഭവമായ, മുള്ളിന് സമാനമായ സാഹചര്യങ്ങൾ, ജീവിതത്തിലെ പ്രതിസന്ധികൾ, കഷ്ടതകൾ, ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ വചനത്തെ പുറങ്കാലുകൊണ്ട് ചവിട്ടിക്കളയുന്ന അനുഭവമല്ല, വചനത്തിൽ നിൽക്കുന്ന, വചനത്തിൽ നിൽക്കുന്ന പാറയിൽ അടിസ്ഥാനമിട്ട വ്യക്തിയെ പോലെ ജീവിതത്തിനകത്ത് വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു അനുഭവം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. 3, പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. തീയുടെ ബലത്തെ കെടുത്തിയതുപോലെ, രാജ്യങ്ങളെ അടക്കിയതുപോലെ, യുദ്ധങ്ങൾ ജയിച്ചതുപോലെ, വാക്തത്വം പ്രാപിച്ചതുപോലെ വിശ്വാസത്തെ എനിക്കൊന്ന് വർദ്ധിപ്പിക്കണമെന്ന് ഈ അന്ത്യ കാലഘട്ടത്തിൽ കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യം. വിശ്വാസം കണ്ടെത്തുമോ? അനേകർ വിശ്വാസ ത്യാഗികളായി മാറുമ്പോൾ, വിശ്വാസത്തിൽ നിലനിൽക്കുന്ന, വിശ്വാസത്തിന് വേണ്ടി പോരാടുന്ന, വിശ്വാസം തികയ്ക്കുന്ന വ്യക്തികളുടെ പട്ടികക്കകത്ത് വരാൻ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനത്തെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുവാൻ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസം വിട്ടൊഴിഞ്ഞവരുടെ കൂട്ടത്തിലല്ല, വിശ്വാസത്തിൽ ധൈര്യപ്പെടുന്നവരുടെ കൂട്ടത്തിൽ, വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പെരുകുവാൻ ദൈവം ശക്തനാണ്. കൃപ പെരുകുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇങ്ങനൊരു അവസരം തന്നെ പ്രിയപ്പെട്ടവരുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.